ഹലോ ഡിയേഴ്സ്, SSLC കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് സ്കൂളിൽ പഠിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്ന ഒരു ബ്രാഞ്ചാണ് സയൻസ് സ്ട്രീം. സയൻസ് സ്ട്രീം ചൂസ് ചെയ്ത് അടുത്ത 2 വർഷം അടിപൊളിയായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 5 വർഷം, അത് കഴിഞ്ഞുള്ള 5 വർഷം ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം കോളേജുകളിൽ പഠിച്ചുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ സയൻസ് ചൂസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ സയൻസ് ചൂസ് ചെയ്ത് പഠിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചതുപോലെയല്ല +1 +2 നമുക്ക് നമ്മുടെ ഓരോ സബ്ജക്റ്റും പഠിക്കാനുള്ളത്. 6 പേപ്പറുകളാണ് നമുക്ക് +1 +2 വരുന്നത്. അതിൽ തന്നെ സയൻസിലാണെങ്കിൽ പ്രധാനപ്പെട്ട 4 സബ്ജക്റ്റുകളാണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കണ്ട രീതിയിലല്ല +1ലും +2ലും നമ്മുടെ സിലബസ് വരുന്നത്. കുറേ കൂടെ ഹാർഡായിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് +1 +2 പഠിക്കാനുള്ളത്. കാരണം ഇതുവരെ നമ്മൾ പഠിച്ച് ശീലിച്ചിട്ടുള്ളത് SCERT ആണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ NCERTയിലേക്ക് വരുന്ന സമയത്ത് വളരെ ഡെപ്തുള്ള കോൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെറിവേഷൻസും കാര്യങ്ങളുമൊക്കെ അത്രയും മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെ ക്വസ്റ്റ്യൻസിനെ ഏറ്റവും കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടണമെങ്കിലും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്തുകൊണ്ട് അതിൽ ടോപ്പ് റാങ്കുകളിൽ എത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ +1 +2ലെ സിലബസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസം ഒരു മാരത്തോൺ ലൈവ് മാത്രം കണ്ട് അങ്ങ് പോയി പരീക്ഷ എഴുതാമെന്നുള്ള ഒരു കോൺഫിഡൻസും ഒരു കുട്ടിക്കും വേണ്ട. കാരണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്കോറിലേക്ക് +1 +2ൽ നമുക്ക് എത്താൻ സാധിക്കുക. അത് മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ അതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതിന് പകരം കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് +1 +2ലെ ബോർഡ് എക്സാമിനേഷനിലായാലും അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. അതിന് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് അതുമായി ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് അത്രയും കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ ഓരോ എക്സാമും എഴുതാൻ. അതിന് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച്. നിങ്ങൾക്ക് ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എടുക്കുന്നത് കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ്. അതുമാത്രമല്ല, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും അതിൻ്റെ യൂണിറ്റ് വൈസ് എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻസ് ഉണ്ടാകും, വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് തരും. അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് +1 +2 സയൻസിൽ 100% തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് അഗ്നി. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് +2ൽ ഫുൾ മാർക്കും ഫുൾ A+ഉം എല്ലാം നേടിക്കൊടുത്ത അഗ്നി ബാച്ചിലേക്ക് നിങ്ങളെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് അടുത്ത 2 വർഷം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 2 വർഷം സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള 5 വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. സോ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ബാച്ചിൽ കാണാം.